വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മുതൽ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 14 വരെയുള്ള വിഷുഫലങ്ങളാണ്. അതായത് 2025 ഏപ്രിൽ 14 മുതൽ 2026 ഏപ്രിൽ 13 വരെയുള്ള വിഷുഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. വിഷു സംക്രമം നടക്കുന്നത് ഏപ്രിൽ 14 തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ്. അപ്പോൾ മേടമാസം 1 മുതൽ ഒരു വർഷക്കാലത്തെ വിഷുഫലങ്ങളാണ് ഇവിടെ വളരെ ചുരുക്കത്തിൽ പറയാൻ പോകുന്നത്. 2025 ആണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു വർഷമാണ്. പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ രാശി മാറുന്ന വർഷമാണ്. അതും അടുത്തടുത്ത മാസങ്ങളിലായിട്ടാണ് രാശി മാറുന്നത്. വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മെയ് 14 രാശി മാറുന്നു. അതുപോലെ രാഹുകേതുക്കൾ മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും മെയ് 18 രാശി മാറുന്നു. ശനി മാർച്ച് 29 തന്നെ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ 4 പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും കണക്കിലെടുത്താണ് ഇവിടെ വിഷുഫലങ്ങൾ പറയാൻ പോകുന്നത്. വ്യാഴമാറ്റത്തിൻ്റെയും രാഹുകേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെയും ഫലങ്ങളുടെ പ്രത്യേക വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 12 രാശിക്കാർക്കും വിഷുഫലം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എപ്പോഴും ഇത് പറയുന്നതാണ്, അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഗോചര ഫലങ്ങൾ പൂർണ്ണമായ ഫലങ്ങൾ നൽകാറില്ല. നിങ്ങളുടെ ജനനകാല ജാതകവും ദശാഭുക്തിയുമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഗോചര ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമായിരിക്കും. ഇവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ്. ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതകവും ദശാകാല ഭുക്തിയും അനുകൂലമാകുന്ന പക്ഷം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഗുണമായാലും ദോഷമായാലും അത് നിങ്ങളുടെ ജാതക നിലയെയും ദശാഭുക്തിയെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാരുടെയും വിഷുഫലങ്ങൾ നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്കാർക്ക് ശനിയും വ്യാഴവും അനുകൂലമല്ല. രാഹുകേതുക്കൾ അനുകൂലവുമാണ്. വ്യാഴം 3-ലുമാണ് സഞ്ചരിക്കുന്നത്. ചിലവുകൾ അധികരിക്കും. ഗ്രഹോപകരണങ്ങൾ വാങ്ങും. വസ്തു, വീട് വാങ്ങാൻ യോഗമുണ്ടാകും. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച ജോലിയോ അതിനനുസരിച്ചുള്ള ശമ്പളമോ ലഭിക്കണമെന്നില്ല. വിസ സംബന്ധമായ തടസ്സം മാറിക്കിട്ടും. കടം സംബന്ധമായ ദുരിതങ്ങൾ മേടമാസം കഴിഞ്ഞ് ഒരു 45 ദിവസത്തിന് ശേഷം ഒരുവിധം തീർക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ടാകുന്നതാണ്. വരുമാനമുണ്ടാകും. അതിനനുസരിച്ചുള്ള ചിലവും വർദ്ധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നേരത്തെ ഏർപ്പെട്ട നഷ്ടങ്ങൾ നികത്താൻ കഴിയും. വിദ്യാർത്ഥികൾ കുറച്ചുകൂടി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങൾ കൂടും. അധിക സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. പൊതുവെ മേടൻ രാശിക്കാർക്ക് ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. പുതിയ അവസരങ്ങൾ തേടിയെത്തും. നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും. ധനം വന്നു ചേരും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. പണം മിച്ചം പിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും. മുതിർന്ന സഹോദരങ്ങളുമായി എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറിക്കിട്ടും. തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകും. സമൂഹത്തിൽ ഒരു വിലയും നിലയുമൊക്കെ ഉണ്ടാകുന്നതാണ്. വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് മംഗല്യയോഗം. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനലബ്ധി. കേസ് വഴക്കുകളുമായി നടന്നിരുന്നവർക്കും ക്രെഡിറ്റ് കാർഡ് സംബന്ധമായിട്ടുള്ള വഴക്കുകൾ നേരിട്ടവർക്കുമെല്ലാം അവ തീർക്കാനുള്ള അവസരം
ഒത്തുവരുന്നതാണ്. ദീർഘകാലമായി വസ്തു, വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആശിച്ചിരുന്നവർക്ക് ഇപ്പോൾ ആ ആഗ്രഹം സാധിക്കുന്നതാണ്. അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും ലഭിക്കുന്നതാണ്. PR, GC മുതലായവയ്ക്ക് കാത്തിരുന്നവർക്ക് അവ ലഭിക്കുന്ന വർഷമായിരിക്കും. ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകും. ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന വർഷമായിരിക്കും. മിഥുനം, മകയിര്യം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം ചേരുന്ന മിഥുനൻ രാശിക്ക് പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. മെയ് 14 വ്യാഴം മിഥുനൻ രാശിയിലേക്ക് വരുന്നതിനാലും ഒരു ശുഭഗ്രഹമായതിനാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. എല്ലാറ്റിനും മുന്നിട്ടിറങ്ങാൻ ധൈര്യമുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഏത് കാര്യവും സാധിച്ചെടുക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാകും. വിവാഹിതരാകാത്ത ചെറുപ്പക്കാർക്ക് ഈ വർഷം വിവാഹം കഴിക്കാൻ സാധിക്കും. കമിതാക്കൾക്ക് വിവാഹം നടക്കും. ദീർഘകാലമായി സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം, കുടുംബദേവതയിലൂടെ അനുഗ്രഹം, ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം, മറ്റു ഭാഷകൾ സംസാരിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നോ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. മേടമാസം തുടങ്ങി ഒരു 2 മാസം കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായിരിക്കും. അതിനുശേഷം എല്ലാ കാര്യങ്ങൾക്കും മുന്നേറ്റമുണ്ടാകും. തൊഴിൽ സംബന്ധമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുമെങ്കിലും ഉദ്ദേശിച്ച ജോലിയോ ശമ്പളമോ ലഭിക്കണമെന്നില്ല. 60 വയസ്സിന് മുകളിൽ പ്രായം ചെന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ രോഗാരിഷ്ടതകൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും. സിനിമ, സീരിയൽ, സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമാണ്. മറ്റ് കലാരംഗത്തും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അതെല്ലാം വിജയം കൈവരിക്കുകയും ചെയ്യും. ബിസിനസ് അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്കും തരക്കേടില്ലാത്ത രീതിയിൽ മുന്നേറാൻ കഴിയും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പിതാവിനോ പിതൃതുല്യരായവർക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. മാതാവുമായി അകന്നു കഴിയേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. പൊതുവെ വലിയ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാകാത്ത കാലമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക്. നിങ്ങൾക്ക് കണ്ടക ശനിയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കർക്കിടകൻ രാശി, പുണർദം അവസാന കാൽപാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് നിങ്ങളുടെ ദുരിതങ്ങൾ തീരുന്നു. കഴിഞ്ഞ മാർച്ച് 29 അഷ്ടമശനി മാറി ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിച്ചു തുടങ്ങി. മെയ് 14 വ്യാഴം 11 നിന്നും 12 രാശി മാറുകയും മെയ് 18 രാഹു 9 നിന്നും 8 കേതു 3 നിന്നും 2 രാശി മാറുന്നു. നല്ല കാര്യങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും ദോഷങ്ങളൊന്നും കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകില്ല. അഷ്ടമശനി കഴിഞ്ഞ 2.5 വർഷം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഇപ്പോൾ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളെല്ലാം ഈ വർഷം സാധിച്ചെടുക്കാൻ കഴിയും. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കും. കേസ് വഴക്കുകൾ പരാജയപ്പെട്ടവർക്ക് ഇപ്പോൾ അവ അനുകൂലമായി വരും. കടം ഉണ്ടായിരുന്നെങ്കിൽ അത് തീർക്കാൻ കഴിയും. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗം ശമിക്കും. ദമ്പതിമാർ തമ്മിൽ പിരിഞ്ഞാണ് കഴിഞ്ഞതെങ്കിൽ അവർ വീണ്ടും ഒത്തൊരുമിച്ച് ജീവിക്കും. പ്രയാസങ്ങളും മനോവേദനയും മാറിക്കിട്ടും. എന്താണോ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമായത് അത് തിരികെ ലഭിക്കും. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പഠനത്തിൽ തടസ്സം നേരിട്ട വിദ്യാർത്ഥികൾ അവ പൂർത്തീകരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഉന്നത പഠനത്തിന് വിദേശത്ത് പഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ വർഷം വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകളിൽ മിതത്വം പാലിക്കുക. മറ്റുള്ളവരോട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചിലർക്ക് കുടുംബങ്ങളിൽ ചെറിയ അലോസരങ്ങൾ ഉണ്ടായേക്കാം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക. ചിലവുകൾ അധികരിക്കും. അത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പൊതുവെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സമയമായിരിക്കും.
അടുത്ത വിഷു വരെ കർക്കിടകൻ രാശിക്കാർക്ക്. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് അഷ്ടമശനി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 29-നാണ് ശനി നിങ്ങൾക്ക് അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയത്. മെയ് 14-ന് വ്യാഴം 11-ലും മെയ് 18-ന് രാഹു 7-ലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്നു. ആദ്യത്തെ ഒരു മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനുശേഷം ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും. നിങ്ങൾ ജോലിയിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ കീഴ് ജീവനക്കാരെ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക. കരാർ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. പണം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വിദേശത്തുള്ളവർ കുറച്ചു കാലമായി നാട്ടിൽ വരണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടും നടക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷം എന്തായാലും നാട്ടിൽ വന്ന് ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടു തിരികെ പോകാൻ അവസരമുണ്ടാകും. കഴിഞ്ഞ കുറച്ചു കാലമായി ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഉണ്ടായിരുന്നത് ഈ വർഷം മാറിക്കിട്ടും. രോഗം ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗദുരിതങ്ങൾ ഉണ്ടാകാം. തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും. തൊഴിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗമുണ്ടാകും. ചിങ്ങൻ രാശിക്കാർ പ്രധാനമായും അവരുടെ ആരോഗ്യകാര്യത്തിൽ അതുപോലെ പണം സംബന്ധമായ വിഷയത്തിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇടയ്ക്കിടെ ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായും ബിസിനസ് സംബന്ധമായും മുന്നേറ്റങ്ങൾ ഉണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പുതിയ ഉത്തരവാദിത്വങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതായി വരും. ഈ കാലയളവിൽ അപ്രതീക്ഷിതമായ ചില നല്ല അനുഭവങ്ങളും ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് മാർച്ച് 29-ന് ശനി 7-ൽ കണ്ടകശനിയായി സഞ്ചരിക്കുന്നു. മെയ് 14-ന് വ്യാഴം കർമ്മത്തിലും മെയ് 18-ന് രാഹു 6-ലും കേതു 12-ലും സഞ്ചരിക്കുന്നു. ആയതിനാൽ ദാമ്പത്യ ജീവിതത്തിലെ ചില അലോസരങ്ങൾ ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിലെല്ലാം വിജയം കാണാൻ കഴിയും. കമിതാക്കൾ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും കാരണത്താൽ വഷളാകാം. പരസ്പര വിശ്വാസം കുറയും. ടെൻഷൻ കൂടും. വിവാഹിതരായവർക്കിടയിൽ പരസ്പരം ചില സംശയങ്ങൾ ഉണ്ടാകാം. വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഭർത്താവ് അറിയാതെ ഭാര്യ അവരുടെ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയോ ഭാര്യ അറിയാതെ ഭർത്താവ് അയാളുടെ വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ദമ്പതിമാർക്കിടയിൽ അലോസരങ്ങൾ ഉണ്ടാകാം. ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥലത്ത് മുന്നേറ്റമുണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കാണാൻ കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും. 1 വർഷമെങ്കിലും കഴിയണം വിവാഹം നടക്കാൻ. കന്നിരാശിക്കാരുടെ പിതാവിന് സാമ്പത്തിക വളർച്ചയുണ്ടാകും. തൊഴിൽ അന്വേഷകർക്ക് ഉദ്ദേശിച്ച ജോലി ഈ വർഷം ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് ബന്ധുമിത്രാദികളെ കാണാൻ നാട്ടിൽ വന്നു പോകാൻ അവസരമുണ്ടാകും. ചില കന്നിരാശിക്കാർക്ക് അവരുടെ ജനനകാല ജാതകവും ദശാഭുക്തിയും സപ്പോർട്ട് ചെയ്യുന്ന പക്ഷം പുതിയ വീടോ വാഹനമോ വസ്തുവോ ഏതെങ്കിലും ഒന്ന് വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകും. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. എന്നാൽ അവരവരുടെ ആരോഗ്യസ്ഥിതി കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോസ്റ്റേറ്റ്, യൂട്രസ്, കിഡ്നി സ്റ്റോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. അതുപോലെ തന്നെ കാൽപാദങ്ങൾക്കടിയിലും വേദനകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. റിസർച്ച്, PhD, MPhil പോലുള്ളവ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. മെഡിസിൻ, നീറ്റ് മുതലായ പരീക്ഷകൾ പഠിച്ചു വിജയിക്കാൻ കഴിയും. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും അവസരമുണ്ടാകും. അതിനുള്ള സഹായം നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ കന്നിരാശിക്കാർക്ക് അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ, അതായത് വിവാഹിതരായവരാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മറ്റു കാര്യങ്ങൾക്കെല്ലാം
വിജയവും സന്തോഷവും ഉണ്ടാകുന്ന വർഷമായിരിക്കും. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശിക്ക് ഈ ഒരു വർഷം ജാക്ക് പോട്ട് അടിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 4-5 വർഷം അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മാറി ശനി നിങ്ങൾക്ക് യോഗഫലങ്ങൾ നൽകാൻ പോകുന്നു. ശനി 6-ലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം വ്യാഴം ഭാഗ്യസ്ഥാനത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാഹുകേതുക്കൾ മെയ് 18-ന് നിങ്ങളുടെ രാശിയുടെ 5-11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാലും തുലാം രാശിക്കാർക്കായിരിക്കും ഏറ്റവും നല്ല ഫലങ്ങൾ ഈ വിഷുക്കാലത്തോടെ ലഭിച്ചു തുടങ്ങുന്നത്. നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് കരുതി വീട്ടിൽ കിടന്നുറങ്ങിയാൽ അവ കിട്ടില്ല. അവരവരുടെ മേഖലയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുക. ബിസിനസ്സുകാർ ബുദ്ധിപൂർവ്വം ബിസിനസ് ചെയ്യുക. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുക. വിവാഹം കഴിക്കാൻ കാത്തിരുന്നവർ അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി സഞ്ചരിക്കുന്ന വർഷമാണ്. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൊമോഷൻ, ശമ്പള വർധനവ്, ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുന്നതാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏതു മേഖലയിൽ ജോലി ചെയ്താലും അതിലെല്ലാം മുന്നേറ്റമുണ്ടാകും. പേരും പ്രശസ്തിയും ഉണ്ടാകും. അവരവരുടെ വയസ്സിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജനനകാല ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്നതാണ്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശിക്ക് വിഷുഫലങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. 4-ലെ ശനി 5-ലേക്ക് മാറിക്കഴിഞ്ഞു. മെയ് 14-ന് 7-ൽ നിന്നും വ്യാഴം 8-ൽ അഷ്ടമസ്ഥാനത്ത് സഞ്ചാരം തുടങ്ങും. മെയ് 18-ന് 5-ൽ സഞ്ചരിക്കുന്ന രാഹു 4-ലും 11-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കേതു 10-ലും സഞ്ചാരം തുടങ്ങും. ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞാൽ ജോലിമാറ്റം, വീടുമാറ്റം ഇവയുണ്ടാകാം. ചിലർക്കിത് അനുകൂലവും മറ്റു ചിലർക്ക് പ്രതികൂലവുമായിരിക്കും. ധനാധിപതിയും കുടുംബാധിപതിയുമായ വ്യാഴം അഷ്ടമത്തിൽ മറയുന്നതിനാൽ ധനവരവ് തടസ്സപ്പെടും. കുടുംബത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടാകാം. അവരവരുടെ ജനനകാല ജാതക ദശാഭുക്തി അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും മറ്റൊരു ജോലി ലഭിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ലഭിക്കണമെങ്കിൽ നല്ലപോലെ പഠിക്കേണ്ടതായി വരും. ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിട്ടേക്കാം. ആരോഗ്യ സംബന്ധമായി നല്ല സമയമല്ല. ചിലർക്ക് കേസ് വഴക്കുകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ധനം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജന്മദേശം വിട്ടോ കുറച്ച് അകലെയോ മാറി താമസിക്കേണ്ടതായി വരും. വിദേശത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയില്ല. വസ്തു സംബന്ധമായി ചില പ്രതിസന്ധികളും മറ്റുമുണ്ടാകും. ചിലർ പൂർവിക സ്വത്ത് പ്രതീക്ഷിച്ചിരുന്നവരായിരിക്കാം. എന്നാൽ അതിന് കാലതാമസം നേരിടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉദ്ദേശിച്ച ലാഭം കിട്ടണമെന്നില്ല. രോഗദുരിതങ്ങൾ അലട്ടിയേക്കാം. ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. കടം നിങ്ങളെ അലട്ടിയേക്കാം. പൊതുവെ കുറച്ച് പരീക്ഷണ കാലഘട്ടമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്കാർക്ക് വിഷുഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ശനി 3-ൽ നിന്നും 4-ലേക്ക് അർദ്ധാഷ്ടമ ശനിയായി സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു. വ്യാഴം മെയ് 14-ന് 6-ൽ നിന്നും 7-ലേക്ക് സഞ്ചരിക്കും. മെയ് 18-ന് രാഹു 4-ൽ നിന്നും 3-ലേക്കും കേതു 10-ൽ നിന്നും 9-ലേക്കും സഞ്ചാരം തുടങ്ങും. പൊതുവെ ധനുരാശിക്കാർക്ക് വിഷുഫലം നന്നായിരിക്കും. 7-ലെ വ്യാഴം നിങ്ങളുടെ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്ക് മെയ് മാസത്തിന് ശേഷം ദുരിതങ്ങൾ മാറിക്കിട്ടും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിക്കും.
അന്യഭാഷ സംസാരിക്കുന്ന ഒരാൾ മുഖാന്തരം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളുടെ കടം കുറയ്ക്കാൻ കഴിയും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. മറ്റു ചിലർക്ക് ജന്മദേശം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ജോലി മാറ്റം ഉണ്ടായേക്കാം. വിവാഹിതരാകാൻ കാത്തിരുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കും. കമിതാക്കൾ വിവാഹം കഴിക്കാൻ തീരുമാനമെടുക്കും. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതാണ്. ചിലർ പിതാവുമായി പിണങ്ങാനും ഇടവരും. ധാരാളം ഹ്രസ്വദൂര യാത്രകൾ ഉണ്ടാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലധികാരികളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉള്ളയാൾ പോയി പുതിയ ആൾ വരാൻ സാധ്യത. വാഹനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കേണ്ടതായി കാണുന്നു. അതല്ലെങ്കിൽ ജോലി സംബന്ധമായി മറ്റൊരിടത്ത് താമസിക്കും. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറും. വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും തന്നെ ധനുരാശിക്കാർക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാകുന്ന പക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, അവിട്ടം ആദ്യ 2 പാദം ചേരുന്ന മകരം രാശിക്കാരുടെ 7 ശനി കഴിഞ്ഞുവെന്ന് ആശ്വസിക്കാം. മാർച്ച് 29 ശനി 2-ൽ നിന്നും 3-ാം ഭാവമായ മീനൻ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങി. ഇനി എല്ലാ കാര്യങ്ങൾക്കും ആത്മവിശ്വാസമുണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം. ജോലിയിൽ മുന്നേറ്റമുണ്ടാകും. പുതിയൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ജോലിസ്ഥലത്തെ ടെൻഷൻ കുറയും. മേലധികാരികൾ നിങ്ങളെ അംഗീകരിക്കും. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും. സാമ്പത്തിക വളർച്ചയുണ്ടാകും. പണം സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. കുട്ടികളുള്ളവർക്ക് അവരുമായി അകന്നു കഴിയേണ്ട സന്ദർഭങ്ങളുണ്ടാകും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നേറ്റമുണ്ടാകുമെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം ഉണ്ടാകണമെന്നില്ല. വിവാഹ ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. രോഗദുരിതങ്ങൾ ഒന്നും ഉണ്ടാകില്ലെങ്കിലും കഴുത്തിന് മുകളിൽ ചെറിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കടം കുറച്ചുണ്ടാകുന്ന സമയമാണ്. ലോൺ ചോദിച്ചാൽ ഉടനെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ വിദേശയാത്ര ഉണ്ടാകും. ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കും. കുറച്ച് അലച്ചിൽ ഉണ്ടാകുമെങ്കിലും പണവരവ് ഉണ്ടാകുന്നതാണ്. 7-8 വർഷത്തെ ഇരുട്ട് മാറി ജീവിതത്തിൽ ഒരു വെളിച്ചം കണ്ടു തുടങ്ങിയ സമയമായിരിക്കും മകരം രാശിക്കാർക്ക്. കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്കാരുടെ വിഷുഫലം വിലയിരുത്തിയാൽ 7 ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നിങ്ങളുടെ ജന്മശനി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോയി. ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അലോസരങ്ങളുണ്ടാകാം. വാക്കുതർക്കങ്ങളും അകൽച്ചയും ഉണ്ടാകും. നടപ്പ് ദശാഭുക്തിയും നിങ്ങളുടെ ജാതക നിലയും അനുകൂലമല്ലെങ്കിൽ ചില ദമ്പതിമാർ പിരിഞ്ഞു കഴിയേണ്ടതായി വരും. ചിലർ ഡിവോഴ്സിനെക്കുറിച്ച് വരെ ആലോചിക്കും. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രശസ്തമായ സ്കൂളുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പ്രവേശനം ലഭിക്കും. ജോലി സംബന്ധമായി നേട്ടമുണ്ടാകും. ശമ്പള വർധനവ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നിവ പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം വർദ്ധിക്കും. ഓഹരി വിപണിയിൽ നിന്ന് ലാഭമുണ്ടാകും. കുംഭൻ രാശിക്കാരുടെ പിതാവിന് നല്ല സമയമായിരിക്കും. രോഗമുണ്ടെങ്കിൽ അവ ശമിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾക്ക് ധാരാളം പണം ചിലവഴിക്കേണ്ടതായി വരും. നിങ്ങളുടെ വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം നടക്കും. പ്രേമിക്കുന്നവർക്ക് വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന സമയമാണ്. ദീർഘകാലമായി സന്താനത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താന യോഗമുണ്ടാകും. കഴിഞ്ഞ 4-5 വർഷത്തെ ദുരിതങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചു എന്ന് പറയാം. ചിലർക്ക് അവരുടെ വേണ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടായി കാണും. മറ്റു ചിലർക്ക് അവരുടെ വസ്തു വിൽക്കേണ്ടതായി വന്നു കാണും. എന്നാൽ നഷ്ടപ്പെട്ട വസ്തുവകകൾ തിരികെ ലഭിക്കുന്ന വർഷമായിരിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കും. എല്ലാ കാര്യങ്ങൾക്കും ആത്മവിശ്വാസമുണ്ടാകും. കടം വാങ്ങിയ പണം കുറേശ്ശെ തിരികെ കൊടുക്കാൻ സാധിക്കും. കേസ് വഴക്കുകൾ രമ്യതയിൽ എത്തിക്കാൻ അവസരമുണ്ടാകും. എന്തായാലും
സുഭിക്ഷമായ വർഷമായിരിക്കും കുംഭൻ രാശിക്കാർക്ക്. പ്രതിസന്ധികളും മനോവേദനയും നിങ്ങൾക്ക് മാറിക്കിട്ടും. ജന്മശനി മാറിയത് തന്നെ ഏറ്റവും വലിയ ആശ്വാസമാണ്. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാരുടെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ജന്മശനി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വ്യാഴക്ഷേത്രമായ മീനത്തിൽ ശനി വരുന്നതിനാൽ ജന്മശനിക്ക് അത്ര വലിയ കാഠിന്യമൊന്നും ഉണ്ടാകില്ല. ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് ശനിയെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്നാലും ചിലർക്ക് ഒറ്റപ്പെട്ടു വന്ന തോന്നലുണ്ടാകാം, മനോവേദന ഉണ്ടാകാം, വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന തോന്നാം, ചെയ്യാത്ത കാര്യങ്ങൾക്കും പറയാത്ത കാര്യങ്ങൾക്കും കുറ്റം കേൾക്കേണ്ടതായി വരും. 50 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ഈ ജന്മശനി വലിയ ബുദ്ധിമുട്ടുകളൊന്നും തരില്ല. തൊഴിൽ, ജോലി, ബിസിനസ് ഇവയൊക്കെ നന്നായിരിക്കും. കടം കുറയും. മക്കളുടെ വിവാഹം നടക്കും. വാഹനമോ വീടോ വാങ്ങാൻ സാധിക്കും. യാത്രകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ. രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിലും അവ കുറയും. വിദഗ്ധ ചികിത്സകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ചെറുപ്പക്കാരായവർക്ക് ശനി ചില പരീക്ഷണങ്ങളും നൽകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ശനിയെക്കുറിച്ച് അറിയാനേ കഴിയില്ല. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കുക. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഉള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക. നഷ്ടപ്പെടുത്തിയാൽ പുതിയ ജോലി കിട്ടാൻ വളരെയധികം പ്രയാസപ്പെടും. ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് സ്വത്ത് വകകൾ വാങ്ങാൻ സാധിക്കും. ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ജാതക നിലയും ശനിയുടെ സ്ഥാനവും ദശാകാല ഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഇത് ഒരു പൊതുഫലമാണെന്നുള്ള കാര്യവും ഓർക്കുക. എന്തായാലും മീനൻ രാശിക്കാർ വളരെയധികം പ്രയാസപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.